എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ. അപ്പോൾ ഇതാ രാവിലെ തന്നെ കുട്ടികൾ പൂവിടാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പൊന്നൂസിൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത്, അവൾ പൂവിടുന്നതിൻ്റെ ഇടയിൽ പിള്ളേർ വന്ന് കേട് വരുത്തുന്നത് കൊണ്ടാണ് കേട്ടോ. എന്നാലും അവർ ഭംഗിയായിട്ട് ഇടുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ഞാൻ എന്തായാലും ചായ വെച്ച് കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. ഇന്ന് പിന്നെ ആരും ഉച്ചയ്ക്ക് ഉണ്ണാനില്ലാത്തതുകൊണ്ട് ഇത്തിരി മെല്ലെയാണ് എല്ലാ പണികളും തുടങ്ങിയത് കേട്ടോ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, മെല്ലെ ഉറങ്ങി നീറ്റാൽ മതി. ഇവരുടെ കുറച്ച് നേരം അധികം ഉറങ്ങിട്ടോ, ഇന്നലത്തെ ക്ഷീണം. പിന്നെ നമ്മൾ ദൈവത്തിനെ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ചു, എന്നിട്ട് ആണ് ചായ കുടിച്ചത് കേട്ടോ. ബേബേട്ടനാണ് ഞാൻ ചായ ആദ്യം കൊണ്ടുപോയി കൊടുത്തേ. ഞാൻ എന്തായാലും തൊഴുത് കഴിഞ്ഞിട്ട് ഇനി ചായ കുടിക്കണുള്ളൂ പറഞ്ഞിട്ട് കുടിച്ചില്ല കേട്ടോ. പിന്നെ ഇന്ന് എന്താണ് സ്പെഷ്യൽ പറഞ്ഞാൽ ഇന്നലത്തെ അതേപോലെ തന്നെ സദ്യ ഉണ്ടാക്കലാണ് കേട്ടോ. ശരിക്കും 2 ദിവസം ഒരേ സദ്യ തന്നെ ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് വേഗം ടേബിളിൻ്റെ മുകളിൽ മുല്ലപ്പൂവൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ തലയിൽ വെച്ചു. എനിക്കത് കണ്ടപ്പോൾ എന്താ പറയുക, മണക്കാൻ തോന്നിട്ടോ. ആർക്കൊക്കെ മുല്ലപ്പൂ മണക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ഇതേപോലെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മാജിക്ക് കാണിച്ചല്ലോ, അതുപോലെ നമുക്കൊന്നും കഷ്ണങ്ങൾ നുറുക്കിയെടുക്കാൻ പറ്റില്ല ഗൈസ്. അല്ലേ, നുറുക്കിയെടുക്കാനല്ല, കറി ഉണ്ടാക്കാൻ പറ്റില്ല. അത് നല്ല കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ അല്ലേ. അപ്പോൾ അതൊക്കെ സെറ്റായതുകൊണ്ട് പിന്നെ ടെൻഷൻ ഇല്ല കേട്ടോ. പിന്നെ ഇവർ പൂവിടാൻ വേണ്ടി ഞാനാണ് ഡിസൈൻ വരച്ചു കൊടുത്തത് ഇന്ന്. അപ്പോൾ അവർ ഇനി എന്ത് കളർ ഇടും അവിടെ ഗ്യാപ്പിലൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പോയി ഗൈസ് ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, ഞാനില്ലേ, ഞാൻ പോയി കുറച്ച് കളറിലൊക്കെ പൊട്ടിച്ചിട്ട് വന്ന് നുറുക്കി എടുത്ത് കൊടുത്തു കേട്ടോ. ഇതങ്ങോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിക്കോളും പറഞ്ഞിട്ട് അങ്ങോട്ട് അരിഞ്ഞും കൊടുത്തേ. പിന്നെ ഞാനത് എങ്ങനെയാണ് ഇടേണ്ടതെന്നും കൂടെ അവർക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ കഴിവ് കൊണ്ട് ഒരു ഭംഗിയാക്കി ഇട്ടു എന്ന് ഞാൻ പറയില്ല കേട്ടോ. കളറൊക്കെ അവരെന്നെ ചൂസ് ചെയ്തത്. അവിടെ തികയാത്തതുകൊണ്ട്, ഫ്ലവർ തികയാത്തതുകൊണ്ട് ഞാനതങ്ങനെ ആക്കി കൊടുത്തു എന്ന് മാത്രം. എന്തിനാലേ ബാക്കിയുള്ളവരുടെ കഴിവിൻ്റെ ക്രെഡിറ്റ് വാങ്ങി പറ്റുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞാൻ ഉള്ളിൽ മാത്രം ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പുറത്തേക്കൊക്കെ ബേബേട്ടൻ്റെ ഐഡിയ ആണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം അടുക്കളയ്ക്ക് കയറി. ഇവിടെ നോക്കി നിന്നാൽ ശരിയാവില്ലല്ലോ, നമുക്കെന്താണ് ഫുഡ് ആവണ്ടേ. അപ്പോൾ പിന്നെ ചടപടാന്ന് വേഗം പണിയെടുക്കുകയായിരുന്നു കേട്ടോ. എത്ര ചടപടാ പണിയെടുത്താലും ഇന്ന് ഭക്ഷണം ആകുമ്പോഴേക്കും 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ പിന്നെ ബേബേട്ടൻ്റെ അമ്മയും അച്ഛനൊക്കെ വരുന്നുള്ളത് കൊണ്ട് ഉത്രാടത്തിന് നമ്മൾ വേഗം ചെയ്തിട്ട് 10:11 മണിയാകുമ്പോഴേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് നമ്മൾ ലാവിഷായി ആടിപ്പാടി എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ. തിരുവോണം നമ്മൾ ആരും ഇല്ലാത്തതുകൊണ്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത് എല്ലാ കാര്യങ്ങളും. ആരെങ്കിലും വരുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ടെൻഷനായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പിന്നെ ഇപ്പോൾ സാമ്പാറാണ് കേട്ടോ വയ്ക്കാൻ നോക്കുന്നത്. ഇന്നും രാവിലേക്ക് ഇഡ്ഡലി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ കുറേ മാവ് അരച്ച് വെച്ചതുകൊണ്ട് നമുക്ക് പിന്നെ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അനിയനും വരും. ഉച്ചയ്ക്ക് ശേഷമേ വരുള്ളൂ കേട്ടോ. അവർക്ക് ഇന്ന് അവിടെ വിരുന്നുകാരൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വന്ന രാത്രി ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി. എപ്പോഴാണ് കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേക്കാണ്, അല്ല ബേബിയേട്ടൻ മലയ്ക്ക് പോണ സമയത്താണ് കേട്ടോ അച്ഛനും അമ്മയും അനിയനും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. എന്തായാലും ഈ പൂക്കളതാണ് ഗൈസ് ലാസ്റ്റ് ലുക്ക്. എങ്ങനെയുണ്ട് ഇത്? എത്ര നേരത്തേക്ക് അങ്ങനെ ഇരുന്നു എന്നറിയോ നിങ്ങൾക്ക്? എൻ്റെ കുട്ടികളും ഭർത്താവും എല്ലാം കഷ്ടപ്പെട്ടിട്ടിട്ട് എൻ്റെ ചെറിയ മകൻ അതിനെ ഇങ്ങനെയാക്കി ഗൈസ്. നിങ്ങളിത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ. എന്തായാലും ഫസ്റ്റ് വീഡിയോൻ്റെ ആ ഒരു ഷോർട്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും എൻ്റെ പൊന്നൂസിന് ഭയങ്കര സങ്കടമായി, പിണങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സദ്യയൊക്കെ റെഡി ആയത് ഇങ്ങനെ നൊടി ഇടയിലായിരുന്നു കേട്ടോ. അപ്പോൾ റെഡിയായി നമ്മൾ സദ്യ കഴിക്കാൻ പോയിരിക്കുകയാണ്. കുറച്ച് സ്പീഡായി പോയി തോന്നുന്നു അല്ലേ. എന്തായാലും പോട്ടെ. അപ്പോൾ നമ്മളിതാ സദ്യയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും വിളമ്പി ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇക്കൊല്ലത്തെ ഓണം കഴിഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ കമൻറ്റ് പറയണം കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇപ്രാവശ്യം മാച്ചിന് എടുത്തതാണ്. കുഞ്ഞൂസിനാണ് ആദ്യം പോയി എടുത്തത്, അതുകൊണ്ടാണ് മാച്ച് ഇല്ലാതിരുന്നത്. എന്നാലും കുഴപ്പമില്ല, വൈറ്റും ക്രീമും എല്ലാം മാച്ചാണല്ലോ. പിന്നെ ഞാൻ അമ്മയും അച്ഛനും വൈകുന്നേരം വന്നപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ അതും എടുത്തു വെച്ചതാണ്. അവരും കൂടെ അതിൽ ഇൻക്ലൂഡ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അമ്മ വന്നപ്പോൾ അമ്മയുടെ ഒരു പണി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു, മാക്സി ആക്കാൻ. പിന്നെ ബേബിയേട്ടൻ കുക്കിങ്ങിന് കിടന്നു കേട്ടോ. ഒന്ന് ബേബിയേട്ടൻ്റെ വക ബീഫ് ഫ്രൈ ആണ്, അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അരണേൻ്റെ അനിയനുണ്ടല്ലോ, അവനെയും കൂടെ ഒന്ന് തല കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് അവൻ്റെ ഒരു ഷോർട്സ് അതിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.